നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസം ബ്രസീലിന് 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഒന്ന് കൊളംബിയയ്ക്കെതിരെ, ഒന്ന് അർജന്റീനയ്ക്കെതിരെ. അതിനായിട്ടുള്ള സ്ക്വാഡ് നേരത്തെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ക്വാഡിൽ നിന്ന് ഇപ്പോൾ 3 താരങ്ങൾ ഒഴിവാക്കിയിട്ട് വന്നിരിക്കുന്നു. ഒന്ന് നെയ്മർ ജൂനിയർ, മറ്റൊന്ന് ഡാനിലോ, പിന്നെ എഡേഴ്സൺ. നെയ്മർക്ക് പകരം എൻട്രിക്കിന് ടീമിലേക്ക് എടുത്തു. ഡാനിലോക്ക് പകരം അലക്സാൻഡ്രോ വന്നു. എഡേഴ്സിന് പകരം ലൂക്കാസ് പെറിയും വന്നു. ഇപ്പോൾ ഈ താരങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിൽ ഒരു വിശദീകരണം നടത്തിയിരിക്കുകയാണ് ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ. അദ്ദേഹം പറയുന്നത് ദേശീയ ടീമിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റോഡ്രിഗോ ലാസ്മറാണ് അതിന് തലപ്പത്തുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിച്ചു താരങ്ങളുടെ കണ്ടീഷനെ കുറിച്ച്. ഇത് സ്ഥിരമായിട്ട് ലഭിക്കാറുള്ളതാണ്. നെയ്മർ, ഡാനിലോ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആ അപ്ഡേറ്റുകൾ ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഒഴിവാക്കുന്നത്. ഇപ്പോഴത്തെ മെഡിക്കൽ ടെസ്റ്റ് അനുസരിച്ച്, അതായത് ഇന്നലെ നടത്തിയ മെഡിക്കൽ ടെസ്റ്റ് അനുസരിച്ച് നെയ്മർ ജൂനിയർ തിരികെ വരുന്നതേയുള്ളൂ. അതുപോലെ തന്നെ മറ്റു താരങ്ങളും അവരുടെ ക്ലബ്ബുകളിൽ റിക്കവറീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ. അതുകൊണ്ട് തന്നെയാണ് അവരെ ഈ 3 താരങ്ങളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതാണിപ്പോൾ ഡൊറിവാൾ ജൂനിയറുടെ വിശദീകരണം. അതായത് ബ്രസീൽ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ തൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് അത് പരിശോധിച്ചു, പരിഗണിച്ചു. അപ്പോൾ അതനുസരിച്ച് ഈ താരങ്ങൾ 3 പേരും പരിക്കിൻ്റെ പിടിയിലാണ്. അവരവരുടെ ക്ലബ്ബുകളിൽ റിക്കവറീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ. അതുകൊണ്ട് ദേശീയ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ 3 താരങ്ങളുടെ കാര്യത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ ജൂനിയർക്ക് കാലിൻ്റെ തുടയിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡാനിലോയുടെയും കാര്യം. എന്നാൽ പിബീസ് പാട്ടിലാണ് എഡേഴ്സൻ്റെ പരിക്കുള്ളത്. ഏതായാലും ഈ താരങ്ങൾ 3 പേരും ബ്രസീൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുള്ള വിവരങ്ങളനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്ന് കോച്ച് വിശദീകരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.